ഹലോ. ചെറിയ കുട്ടികളെക്കുറിച്ച് പലർക്കും ഉള്ളൊരു പരാതിയാണ് ചുവരുകളൊക്കെ കുത്തിവരച്ച് വൃത്തികേടാക്കും എന്നത്. എത്ര നമ്മൾ പേപ്പർ കൊടുത്താലും കുട്ടികൾക്ക് താല്പര്യം ചുമരിൽ വരയ്ക്കാനാണ് എന്നൊരു പരാതി പലപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ ഇത്തരമൊരു പരാതി അല്ലെങ്കിൽ കുട്ടികളുടെ ഈ പ്രവണതയെ നേരിടാൻ നമ്മുടെ ടോമോ ഗെക്കുവാനിലെ കൊബായാഷി മാസ്റ്റർക്ക് ഒരു വിദ്യയുണ്ടായിരുന്നു. നമുക്ക് എന്താണെന്ന് കേൾക്കാം. ഇന്നത്തെ അധ്യായത്തിന്റെ പേരാണ് ചോക്ക്. ടോമോ വിദ്യാർത്ഥികൾ ഒരിക്കൽ പോലും അന്യരുടെ വീടുകളിലോ അല്ലെങ്കിൽ അവരുടെ ചുവരുകളിലോ വരച്ച് വൃത്തികേടാക്കിയിട്ടില്ല. സ്വന്തം വീടിന്റെ ചുവരുകളും പൊതുവിടങ്ങളും ഒന്നും ടോമോ വിദ്യാർത്ഥികൾ ഒരിക്കലും വൃത്തികേടാക്കിയിട്ടില്ല. അതൊക്കെ യഥേഷ്ടം ചെയ്യാനുള്ള സൗകര്യം അവർക്ക് അവരുടെ സ്കൂളിൽ തന്നെ മാസ്റ്റർ കൊടുത്തിരുന്നു. അതായിരുന്നു കാരണം. അസംബ്ലി ഹാളിൽ മ്യൂസിക് പീരീഡിൽ മാസ്റ്റർ എല്ലാ വിദ്യാർത്ഥികൾക്കും ഓരോ ചോക്ക് വീതം കൊടുക്കും. അവർക്ക് അസംബ്ലി ഹാളിലെ വിശാലമായ ഇടത്ത് അവനവൻ്റെതായ സ്ഥലം തിരഞ്ഞെടുക്കാം. ഇരിക്കാം, കിടക്കണമെങ്കിൽ കിടക്കാം, എങ്ങനെ വേണമെങ്കിലും ആവാം. കുട്ടികൾ അവനവന്റെ സ്ഥലം തിരഞ്ഞെടുത്ത് വിശാലമായ ആ നിലം തടി കൊണ്ടുള്ളതാണ്. അവനവന്റെ സ്ഥലം മാർക്ക് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ മാസ്റ്റർ തന്റെ പിയാനോയുമായി ഇരിക്കും. പിയാനോയിൽ ആദ്യത്തെ നോട്ട് വായിക്കുന്ന സമയത്തിന് കുട്ടികൾക്ക് അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു രൂപം ആ മ്യൂസിക്കൽ നോട്ടിന് കൊടുക്കാം. ആ സംഗീതത്തിന്റെ സ്വരരേഖകൾ അവർ തറയിൽ മെനഞ്ഞിട്ടുകൊണ്ടിരിക്കും. ഇളം തവിട്ട് നിറത്തിലുള്ള തടിയിൽ വെളുത്ത കളറിലുള്ള ചോക്കുകൾ വരയ്ക്കുന്ന പല വിധത്തിലുള്ള രൂപങ്ങളാവും അവിടെ. ഓരോരുത്തർക്കും തങ്ങൾക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ സംഗീത വീചികൾ വരഞ്ഞിടാം. ആർക്കും മറ്റൊരാളുടെ മേഖലയിലേക്ക് കയ്യേറ്റം നടത്തേണ്ടി വരുന്നില്ല. കാരണം ഒരു ക്ലാസ്സിലെ 10 കുട്ടികൾ മാത്രമായിരിക്കും ഒരേ സമയം അവിടെ ഉണ്ടാവുക. നേർരേഖകൾ തറയിൽ ഒഴിവാക്കപ്പെട്ടിരുന്നു കുട്ടികൾക്ക് വരയ്ക്കാനുള്ള സൗകര്യത്തിനായി. വെറും സംഗീത ചിഹ്നങ്ങൾ മാത്രമായിരിക്കും ആ ഒരു പീരീഡിൽ നിലത്തുണ്ടാവുക. ടോമോയില് ഇങ്ങനെയുള്ള സംഗീത ചിഹ്നങ്ങൾക്ക് പ്രത്യേകമായ ചില പേരുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ കൊബായാഷി മാസ്റ്ററും കുട്ടികളുമായി കൂടിയാലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീരുമാനിച്ചുറപ്പിച്ച സംഗീത ചിഹ്നങ്ങളുടെ പേരുകളായിരുന്നു. ഒരു ഉദാഹരണത്തിന് അവയിൽ 1-2 നമുക്ക് നോക്കാം. സ്കിപ്പ് എന്നൊരു ചിഹ്നമുണ്ട്. 2 ഹോക്കി സ്റ്റിക്ക് ഇരിക്കുന്ന പോലെയുള്ള ഈ ചിഹ്നത്തിന്റെ പേരാണ് സ്കിപ്പ്. താളത്തിൽ ചാടാനുള്ള ഈണത്തിനാണ് അവര് സ്കിപ്പ് എന്നുള്ള ചിഹ്നം ഉപയോഗിച്ചിരുന്നത്. കാഴ്ചയ്ക്ക് കൊടി പോലെയുള്ള മറ്റൊന്നിനെ വിളിച്ചിരുന്നതാണ് കൊടി. അത്തരത്തിലുള്ള 2 കൊടികൾ ഒരുമിച്ചിട്ടാൽ അത് കൊടിക്ക് മേലെ കൊടി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. കറുപ്പുണ്ട്, വെളുപ്പുണ്ട്, ഇരട്ടക്കൊടിയുണ്ട്, അങ്ങനെ പലതും. ഈ രീതിയിലാണ് അവർ സംഗീത ചിഹ്നങ്ങൾ ഹൃദിസ്ഥമാക്കിയിരുന്നത്. സംഗീത ക്ലാസ്സുകളെ അവർ വല്ലാതെ കണ്ട് സ്നേഹിച്ചു. വാസ്തവത്തിൽ ടോമോയിലെ സംഗീത ക്ലാസ്സുകൾ വിദ്യാർത്ഥികളെ ഹരം കൊള്ളിച്ചു എന്ന് വേണം പറയാൻ. നമ്മുടെ കൊബായാഷി മാസ്റ്റർ വളരെയധികം ആലോചിച്ച് കണ്ടുപിടിച്ച ഒരു സൂത്രമായിരുന്നു ഈ സംഗീത ക്ലാസ്സുകൾ. കാരണം സ്കൂളിലെ പുസ്തകത്താളുകൾക്ക് വലിപ്പം തീരെ പോരാ. ബ്ലാക്ക് ബോർഡുകളാണെങ്കിൽ എല്ലാവർക്കും ഓരോന്ന് വീതം കൊടുക്കാനുള്ള എണ്ണം തികയുകയുമില്ല. അപ്പോൾ പിന്നെ അസംബ്ലി ഹാളിലെ പടുകൂറ്റൻ തറ ഒരു വലിയ ബ്ലാക്ക് ബോർഡായി ഉപയോഗിക്കാം എന്നത് മാസ്റ്ററുടെ മനസ്സിലുദിച്ച ഒരു ബുദ്ധിയായിരുന്നു. അവിടെ എത്ര വേഗത്തിലുള്ള സംഗീതവും കുട്ടികൾക്ക് അനായാസം വരച്ചിടാനാവും. 2 സംഗീത വരികൾക്കുള്ള ഇടവേളകളിൽ കുട്ടികൾ സ്വന്തം ഭാവനയ്ക്കനുസരിച്ച് തറയിൽ സംഗീത ചിഹ്നങ്ങൾ കൊണ്ട് തന്നെ വിമാനങ്ങളും പറവകളും മരങ്ങളും ഒക്കെ നിർമ്മിക്കുമായിരുന്നു. ഇതിനൊന്നിനും മാസ്റ്റർ ഒരിക്കലും എതിര് പറഞ്ഞിരുന്നില്ല. മ്യൂസിക് ക്ലാസിന്റെ ഇടനേരങ്ങളിൽ മാസ്റ്റർ സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ഓരോ കുട്ടികളുടെയും സംഗീത കളങ്ങൾ പരിശോധിക്കുമായിരുന്നു. ആഹാ, ഇത് കൊള്ളാമല്ലോ. ഇതൊരു ചെറിയ തെറ്റുണ്ട് ഇവിടെ, സ്കിപ്പ് അല്ല കേട്ടോ, സ്കിപ്പ് തെറ്റി, കൊടിമേൽ കൊടിയാണ് ഇവിടെ വേണ്ടത് എന്നിങ്ങനെയുള്ള ചില പ്രായോഗികമായ നിർദ്ദേശങ്ങളും അദ്ദേഹം കൊടുക്കുമായിരുന്നു. പലപ്പോഴും കുട്ടികളുടെ സംഗീത ക്ലാസ് കഴിയുമ്പോൾ അവിടെ ഒരു വലിയൊരു കളിക്കളം പോലെ സംഗീത ചിഹ്നങ്ങളാൽ നിറയുമായിരുന്നു. തിരുത്തും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ അതേ രാഗം തന്നെ മാസ്റ്റർ ഒരിക്കൽ കൂടി പിയാനോയിൽ വായിക്കും. അപ്പോൾ കുട്ടികൾ തങ്ങൾ വരച്ച സംഗീത വീചികളിലൂടെ ഒന്നുകൂടെ സഞ്ചരിക്കുകയായി ആ വരികളൊക്കെ ഹൃദയസ്ഥമാക്കുകയായി ആ താളം കുട്ടികളുടെ ഉള്ളിൽ പതിയുകയായി.
അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് സംഗീതത്തോടും സംഗീതത്തിന്റെ താള ലയങ്ങളോടും വല്ലാത്തൊരു ആത്മബന്ധം സൃഷ്ടിക്കപ്പെടുമായിരുന്നു. അതായിരുന്നു മാസ്റ്ററുടെ ഉദ്ദേശവും. ഈ സംഗീത ക്ലാസ് താനല്ലാതെ എത്ര തിരക്കുകളുണ്ടെങ്കിലും മറ്റൊരാളെയും ഏൽപ്പിക്കാതിരിക്കാൻ മാസ്റ്റർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കാരണം അത് കുട്ടികളും മാസ്റ്ററും തമ്മിലുള്ള വല്ലാത്തൊരു ആത്മബന്ധത്തിന്റെ സമയമായിരുന്നു. കുട്ടികൾക്കാണെങ്കിലോ കൊബായാഷി മാസ്റ്റർ ഇല്ലാത്തൊരു മ്യൂസിക് ക്ലാസ് എന്നതിനെക്കുറിച്ച് ആലോചിക്കാനേ കഴിയുമായിരുന്നില്ല. സംഗീത പഠനങ്ങൾക്ക് ശേഷമുള്ള തറ വൃത്തിയാക്കൽ അതും കുട്ടികളുടെ തന്നെ ഒരു ജോലിയാണ്. അതൊരു വലിയ ഭീമാകാരമായ മനുഷ്യാധ്വാനം ആവശ്യപ്പെടുന്ന ഒന്നായിരുന്നു. കാരണം ആദ്യം ഒരു ബ്ലാക്ക് ബോർഡ് ഡസ്റ്റർ ഉപയോഗിച്ച് എഴുത്തുകളെല്ലാം മായ്ച്ചു കളയണം. അതിന് തന്നെ അല്പം ഒരു കഠിനാധ്വാനം വേണ്ടിവരും. പിന്നീട് ചൂലും പഴംതുണി ഉപയോഗിച്ചുള്ള ഒരു ബലപ്രയോഗമാണ്. ഇത്രയും ആകുമ്പോഴേക്കും പഴയ പ്രതലം നമ്മുടെ ആദ്യമുണ്ടായിരുന്ന അതേ മിനുക്കത്തോടെ തിരിച്ചു കിട്ടും. എന്നാൽ വളരെയധികം ഊർജം ഇതിനായി ചെലവാക്കേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് ഈ ചോക്കിന്റെ കുരുത്തം കെട്ട കുത്തിവരകള് മായ്ച്ചെടുക്കാൻ കുട്ടികൾ തന്നെയാണ് നിയോഗിക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു പ്രവൃത്തിയുടെ ശേഷി, അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും എന്നത് കുട്ടികൾക്ക് നന്നായി അറിയാമായിരുന്നു. അസംബ്ലി ഹാളിലെ തറയിലല്ലാതെ മറ്റൊരിടത്തും ടോമോയിലെ കുട്ടികൾ ഒരിക്കലും ഒരു ചുവരെഴുത്തും നടത്തിയിരുന്നില്ല. അതിന് പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് അവർക്ക് അതിനുശേഷമുള്ള വൃത്തിയാക്കലിന് വേണ്ടി വരുന്ന ആ ഒരു ശാരീരിക അധ്വാനത്തെക്കുറിച്ച് അവർക്ക് തന്നെ മനസ്സിലായിരുന്നു. കാരണം അവരാണല്ലോ എല്ലാ ആഴ്ചയിലും ക്ലാസ്സിന് ശേഷം ഇത് ചെയ്യുക. കുഞ്ഞുങ്ങളുടെ ചുവരിൽ വരയ്ക്കാനുള്ള ആ ഒരു സഹജമായ തൃഷ്ണ അല്ലെങ്കിൽ ആ ഒരു സഹജമായ വാസനയെ ആഴ്ചയിലൊരിക്കലോ രണ്ടാഴ്ചയിലൊരിക്കലോ നടക്കാറുള്ള ഈ കുത്തി വരയ്ക്കൽ കൊണ്ട് തൃപ്തിപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. ക്രമേണ ടോമോ വിദ്യാർത്ഥികൾ ചോക്ക് വിഷയത്തിലെ വിദഗ്ധരായി മാറി. ചോക്കിനെ കുറിച്ചുള്ള എന്ത് കാര്യവും കുട്ടികളോട് ചോദിച്ചാൽ അവർക്കറിയാമായിരുന്നു. ചോക്ക് എങ്ങനെ പിടിക്കണം, ഏത് ചോക്കാണ് നല്ലത്, ചോക്ക് ഒടിയാതിരിക്കാൻ നമ്മൾ അതിൽ എത്രത്തോളം ബലം പ്രയോഗിക്കേണ്ടി വരും എന്നിങ്ങനെ ചോക്കിനെ സംബന്ധിച്ച എന്ത് വർത്തമാനത്തിനും കുട്ടികൾക്ക് ആധികാരികമായ ഉത്തരങ്ങൾ തയ്യാറായിരുന്നു. അങ്ങനെ കാലക്രമേണ ഓരോ ടോമോ വിദ്യാർത്ഥിയും ഓരോ ചോക്ക് വിദഗ്ധരായി മാറി എന്ന് നമുക്ക് പറയാം. വാസ്തവത്തിൽ വലിയ മനഃശാസ്ത്രപരമായ നീക്കം എന്നൊന്നും പറയാനാവില്ല എങ്കിലും ഈ ഒരു ചെറിയ പ്രവൃത്തി കുട്ടികൾക്ക് വരയ്ക്കാനുള്ള, ഭിത്തിയിൽ വരയ്ക്കാനുള്ള ആ ഒരു അവരുടെ ശീലത്തെ മാറ്റാൻ സഹായകമായേക്കാം. കുട്ടികൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ഫലം, അതായത് അത് കഴിഞ്ഞിട്ടുള്ള വൃത്തിയാക്കൽ അവരെ തന്നെ ഏൽപ്പിക്കുക എന്ന് വന്നാൽ അവർക്കതിൻ്റെ വിഷമം മനസ്സിലാവുകയും അവരതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യും. ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളെ വളർത്തുക നോ എന്നത് പറയാതെയാണല്ലോ. കുട്ടികൾ എത്ര കുരുത്തക്കേട് എന്ന വാക്ക് തന്നെ ഉപയോഗിക്കാമോ എന്നറിയില്ല. എത്ര വികൃതി കാണിച്ചാലും ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് അത് നേരിടുന്ന സഹിക്കുന്ന അമ്മമാരാണല്ലോ പരസ്യങ്ങളിലും കാണിക്കുന്നത്. എത്രയോ പെയിന്റുകളുടെ പരസ്യത്തിൽ, ഏതോ ഒരു പെയിന്റിന്റെ പരസ്യത്തിൽ ഇപ്പോൾ കാണാറുണ്ട്, കുട്ടികളെ ചുവരിൽ എത്ര വേണമെങ്കിലും കുത്തി വരച്ചോട്ടെ, സാരമില്ല, ഈ പെയിന്റ് ഉപയോഗിച്ചാൽ മതിയല്ലോ എന്ന്. അതാണോ ശരിയായ രീതി, ഇതാണോ ശരിയായ രീതി എന്ന് കേൾക്കുന്ന നിങ്ങൾക്ക് തന്നെ ചിന്തിച്ച് തീരുമാനിക്കാം. ഈ കേൾക്കുന്നതിൽ സ്വന്തം കുട്ടിക്ക് ഇങ്ങനൊരു സ്വഭാവമുള്ള അമ്മമാരോ അച്ഛന്മാരോ അപ്പൂപ്പന്മാരോ അമ്മൂമ്മമാരോ ഉണ്ടെങ്കിൽ അവർക്കും പരീക്ഷിക്കാവുന്നതാണ്. ഇന്നത്തെ ചോക്കിന്റെ അധ്യായം കഴിഞ്ഞു. നമുക്കിനി നാളെ അടുത്ത അധ്യായവുമായി